ക്ഷാമസുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്ന് എൻ്റെ ഗാർഡനിലാണ്. നിങ്ങൾക്ക് കാണാം, ഇച്ചിരി കുറേ നാളായിട്ടുള്ളൊരു മഴ കുറഞ്ഞൊരു ദിവസമാണിന്ന്. അപ്പം കുറച്ച് പച്ചക്കറിയൊക്കെ പറിക്കാമെന്ന് വിചാരിച്ചു. നന്നായിട്ട് അയണൊക്കെ കുറവാണ്. അപ്പം നമ്മുടെ കുറച്ച് ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ ഉണ്ട്. കുറച്ചൊക്കെ ഇന്ന് രാവിലെ പറിച്ചു. പറിച്ചതിൻ്റെ ഇവിടെ അവശിഷ്ടങ്ങളിവിടെ കിടപ്പുണ്ട്. കുറച്ചും കൂടി ഇന്ന് പറിച്ച് ഒരു മെഴുക്കുവരട്ടിയൊക്കെ വെക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് നമ്മുടെ ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ ഒന്ന് പറിച്ച് നോക്കാം. ഞാൻ ഓൾറെഡി കുറച്ച് ക്യാരറ്റൊക്കെ പറിച്ചു. നമ്മുടെ ബീട്രൂട്ട് ഞാൻ കാണിക്കാവേ. എൻ്റെ മുറമൊക്കെ ഇവിടെ സ്ഥാപിക്കട്ടെ. ഞാൻ കാണിക്കാം. ഇപ്പം ഇന്നലെ കുറച്ച് ബീട്രൂട്ട് നമ്മുടെ ഫ്രണ്ടിന് പറിച്ച് കൊടുത്താണ്. ഇത് കണ്ട നമ്മുടെ ബീട്രൂട്ട്സ് കണ്ട. ഇത് വേറൊരു ടൈപ്പ് ബീട്രൂട്ട്. ഇതൊരു കപ്പക്കിഴങ്ങ് പോലെ ഉണ്ടല്ലേ. നമുക്ക് മൈ ഗോഡ് ഇതിനെ നമുക്ക് ഇങ്ങോട്ട് വയ്ക്കാം. ഓക്കെ, ഇത് ഞാൻ ഇങ്ങനെ തന്നെ ഇരുന്നൊരു ഫോട്ടോ എടുക്കട്ടെ. അല്ലെങ്കിൽ കണ്ടോ എന്തോരം നീളമാണെന്ന് നോക്കിയാൽ. അതിൻ്റെ കുറച്ചും കൂടെ പറിക്കാം. ഇവിടെ എല്ലാം പൊങ്ങി വന്ന് നിൽപ്പുണ്ടേ. ഇത് പറിക്കാമെന്നാണ് തോന്നുന്നു. ഇത് പറിക്കാറായിരുന്നു തോന്നുന്നല്ലേ. എല്ലാം പൊങ്ങിയായിട്ട് വന്നിപ്പുണ്ട്. അതങ്ങ് പറിച്ചേക്കാം. ഇതും പറിക്കാം, ഇതും അങ്ങ് പറിക്കാം. അപ്പം രണ്ടെണ്ണമായി എനിക്ക് തോന്നുന്നു. മതിയായിരിക്കും എനിക്ക് തോരൻ വെക്കാൻ. ഒരു മെഴുക്കുവരട്ടി വെക്കാമെന്നാണ് വിചാരിക്കുന്നേ. ഇതെന്നാന്നറിയത്തില്ല. ഇതെന്തോ ഒരു ചെടിയാണെന്ന് തോന്നുന്നു. അവിടെ ഒരെണ്ണം കൂടെ ഉണ്ട്. അപ്പം പിന്നെ എളുപ്പം എൻ്റെ തോരനുള്ള ഇന്നത്തെ. അപ്പം ഇത് മതിയാ, ഒരെണ്ണം കൂടെ പറിച്ചേക്കാം അല്ലേ. ഉണ്ട് ആ ഒരു ബീട്രൂട്ടും ഉണ്ട്. എങ്ങനെ ഇരിക്കണേ, നല്ല ഭംഗിയുണ്ടല്ലോ അത് കാണാൻ. ആ ബീട്രൂട്ട് എന്താ. ഓക്കെ, ഒരെണ്ണം കൂടെ പറിക്കാമെന്ന് തോന്നുന്നു. വേണോ? മേബി അത് മതി. കുറേ കഴിക്കും ചെയ്യുമ്പോൾ ഒരു മടുപ്പായിപ്പോൾ. അപ്പോൾ അത് മതിയെന്ന് ഞാൻ വിചാരിക്കുക. ക്യാരറ്റ് വലിയ കുഴപ്പമില്ല. നമ്മുടെ മത്തൻ്റെ വലിപ്പം കണ്ടോ നിങ്ങൾ? മത്തൻ കാണിക്കാവേ. വേണ്ട, പറിക്കാറായോ ആവോ എന്നെനിക്കറിയാൻ മേല. ഇതായോ ഇത് കണ്ടോ, ഇത്രയും വലുതായേ. ഇത് കണ്ടോ, ഈ കളറായിട്ടോ. ഇനി മത്തന് കുറച്ചും കൂടെ വലുതാവോ എന്നെനിക്കറിയത്തില്ല. നമുക്ക് നോക്കാം അല്ലേ. വേറെ ഒന്നും ഉണ്ടാവുന്നില്ല എന്ന് തോന്നുന്നു. വേറെ വല്ലതൊക്കെ ഉണ്ടോ നോക്കാം. പറിച്ചിട്ട് വരാം. ഇനി ക്യാരറ്റ് പറിക്കാൻ വേണ്ടി വന്നാണേ. വേറെ എന്നിട്ട് പറിച്ചിട്ട് നോക്കാം. ഓക്കെ, ഇത് പള്ളയാണ്. പോട്ടെ പള്ളി. ഇനിയിപ്പം എല്ലാം പറിച്ചെടുക്കാം. കാരണം എന്നാന്ന് പറഞ്ഞാൽ മോനിന്ന് ക്യാരറ്റ് രാവിലെ സ്കൂളിൽ അവന് കഴിക്കാൻ വേണ്ടി പറിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് ഇവിടെ ഒരു ഇത് ക്യാരറ്റ് നിൽപ്പുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇന്ന് പറിച്ചതിൻ്റെയാണെന്ന് തോന്നുന്നത്. മിച്ചം അവിടെ കിടക്കുന്നേ എന്താ എന്താ ഒരു ക്യാരറ്റ്. നമ്മുടെ പറമ്പിൽ നിന്ന് ഇച്ചിരി കഷ്ടപ്പെട്ടാണേലും പറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇതിനകത്തൊന്നും അധികം ഇല്ല. കണ്ടോ, ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇനി എന്ന് വളരാനാണ്. അതിന് ഞാനങ്ങ് പറിച്ചു. ഇതൊന്നുമില്ല. ഈ ക്യാരറ്റിൻ്റെ ഈ ഇല വെച്ച് തോരൻ വെക്കാവോ എന്നെനിക്കറിയത്തില്ല. അതുണ്ടായിരുന്നെങ്കിൽ നമുക്കറിയായിരുന്നു, നോക്കായിരുന്നു. ഒന്നും ആയിട്ടൊന്നുമില്ല. എന്താ ഇതിനകത്ത് കുറച്ചുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇതൊരെണ്ണം മുഴുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി കുറച്ചാണല്ലോ നിൽക്കാം. എനിക്കൊന്നിത് മുഴുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മതി. അല്ലെങ്കിൽ ഇത് പിന്നെ നമ്മൾ വെറുതെ പറിച്ച് കളയണ്ട. വേറെ വല്ലതൊക്കെ ഉണ്ടോ നോക്കിയിട്ട് വരാം. ഇന്നത്തെ തോരൻ വെക്കാനുള്ള പറിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. കുമ്പളങ്ങയൊക്കെ ഇവിടെയൊക്കെ ഒരെണ്ണം മുഴുത്തൊക്കെ വന്നായിരുന്നു. അതിൻ്റെ അതവിടെ പയറൊക്കെ നിൽപ്പുണ്ട്. നിങ്ങൾ കണ്ടോ കത്തിപ്പയർ അവിടെ നിൽപ്പുണ്ട്. നമ്മളതിനിപ്പോൾ വലിയ പരിപാലിക്കുന്നുമില്ല. പാവങ്ങൾ അതെല്ലാം തീർന്നല്ലോ എന്നോർത്തെ. അത് കാരണം പക്ഷേ കുമ്പളങ്ങയൊക്കെ ഉണ്ടോ എന്ന് സത്യം പറഞ്ഞാൽ അങ്ങോട്ട് എനിക്ക് പോകാൻ പേടിയായി. ഇപ്പോൾ ഈ ഗാർഡനിലൊക്കെ ഒരു കുഞ്ഞു സ്നേഹിക്കുണ്ടേ. അപ്പം അതങ്ങാനും ഇവിടെ ഉണ്ടോയെന്ന് പേടി എനിക്ക്. ഇവിടെ ഒരു ആളിവിടെ ഒളിച്ച് കിടപ്പുണ്ട്. അത്ര വലിയതൊന്നും ഇല്ല. അത് കണ്ടോ
വലുതായില്ല, അതൊക്കെ നോക്കാൻ വേണ്ടി വന്നു. പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ ഇങ്ങോട്ട് അതവിടെ ഒരാൾ വലുതായി കിടപ്പുണ്ട് കേട്ടോ. അപ്പം ഇവിടെ അയ്യോ അത് ഈ ചീരയുടെ പൂ നന്നായിട്ട് ചൊറിയും. ഇത് കണ്ട, ഇവിടെ ഒരാൾ കിടപ്പുണ്ടേ, കണ്ട, കാണാമോ? ഇവൻ ഇച്ചിരി വലുതായി കിടപ്പുണ്ട്. ഇനി വേറെല്ലാം ഉണ്ടോ നോക്കട്ടെ. പേടി എനിക്ക് എൻ്റെ ഇടയിലേക്ക് കയറാൻ. ഇവിടെ നമ്മുടെ ഒരു വഴുതനങ്ങ പാവം, അതിന് ഒന്നും വലിയ കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല. കാരണം ഈ മത്തൻ ഇതിനകത്ത് ഇങ്ങനെ വളരുന്നതുകൊണ്ട് വെള്ളം ഉണ്ടോയെന്ന് അറിയത്തില്ല. പിന്നെ അവിടെ നമ്മുടെ ഗൂസ്ബെറിയും പിന്നെ എന്താ പറയുന്നത് നമ്മുടെ റോസ്മേരിയൊക്കെ ഉള്ളതുകൊണ്ട് അതിനെയൊക്കെ ശരിയാക്കുവാണ്. അപ്പം ഇപ്പോൾ അവിടെ വേറെ ഒന്നുമില്ലയെന്ന് തോന്നുന്നു. അവിടെ കാണാനൊന്നും പറ്റുന്നില്ല. എന്താ നമ്മുടെ ഡാലിയ നല്ല സൂപ്പറായിട്ട് വരുന്നു. കണ്ട, ആപ്പിൾ ഇങ്ങനെ വിശാലമായി നിറച്ചു ആപ്പിളുണ്ട്. പിപ്പിത്ത് നല്ല ചുമല കളറായ അപ്പോൾ പറിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ പറിച്ച് കഴിക്കുന്നുണ്ട്. ഇത് എന്തോരം കിടക്കണമെന്ന് നോക്കിയാൽ. നാട്ടിലൊക്കെ ആപ്പിളൊക്കെ കേട്ട ആൾക്കാരെ കൊതിക്കും. എവിടെയൊന്നും ഒരു വിലയില്ല ഇതിനൊന്നും. അങ്ങനെ ഒത്തിരി ആയിക്കഴിഞ്ഞാലുള്ള പ്രശ്നമാണിത്. നമ്മുടെ ഈ ആപ്പിളിൽ ഇങ്ങനെ കറുത്ത കറുത്ത പാടുണ്ടെങ്കിലുണ്ടല്ലോ, മുറിക്കുമ്പോൾ ഒരു കേടുമില്ല കേട്ടോ. അതാണ് നമ്മുടെ ആപ്പിളിൻ്റെ ഒരു പ്രത്യേകത. എനിവേ, അപ്പോൾ ഞാനിപ്പോൾ എന്തിനാണ് വന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ മറന്നുപോയി. അയ്യോ എൻ്റെ ഓക്കെ. വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് ആക്ച്വലി ഞാൻ. ഇവിടെ എനിക്കൊരു കുമ്പളങ്ങ ഇവിടെ എങ്ങാണ്ട് കിടപ്പുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്തേക്ക് ഇവനെയാണ് ഞാൻ നോക്കാൻ വന്നത്. കണ്ടോ, ഇതിൻ്റെ അകത്തേക്ക് കയറി നിൽക്കുവാണ്. എയർ ഹാങ് ചെയ്ത് നിൽക്കുവാണ് ഇവൻ. നോക്ക്, എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ഈ കയ്യിലേക്ക് നോക്കട്ടെ. ഇത് കണ്ട, നിങ്ങളൊക്കെ കാണാമോ? ഇത് കണ്ട നിൽക്കുന്ന ഒരാൾ. അങ്ങനെ അവിടെ ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് നിന്നേടേ, ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ. ഇവൻ ഇവിടെ നിൽപ്പുണ്ട്. കണ്ട, ഇപ്പം നിങ്ങൾ കണ്ട വേറെണ്ണം അവിടെ ഉണ്ട്. പിന്നെ മുളക് മഴ പെയ്യുന്നുണ്ട്. എനിക്ക് ഒന്നാമത് ഫ്ലൂ ജാബൊക്കെ കിട്ടിയിട്ട് അതിൻ്റെ ക്ഷീണം മാറുന്നില്ല. ഇനി അടുത്തത് ഇനി കോഡ് ബൂസ്റ്ററിനുള്ളത് വിളിച്ചിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ അങ്ങനെ ക്ഷീണം, നല്ല ക്ഷീണമാവും. നമ്മുടെ ചുവന്നുള്ളിയൊക്കെ ഞാൻ പറിച്ച് കുറേ പറിച്ചെടുത്ത് പിന്നെ എത്തലുണ്ടാകുന്നുണ്ട്. നമ്മുടെ പെരിഞ്ചീരകം കണ്ടതേ, കണ്ട, ഞാൻ കാണിക്കുന്നതല്ലേ നിങ്ങൾ കാണുന്നതാവോ അത്? ഓക്കെ ഓക്കെ. ഈ പെരിഞ്ചീരകം കണ്ട എല്ലാം ഉണങ്ങി. അടുത്ത പെരിഞ്ചീരകം എടുക്കാറായിട്ടുണ്ടതാണ്. തക്കാളിയൊക്കെ തീരാറായത് കണ്ട, രണ്ട് പച്ച തക്കാളിക്കും കൂടെയുള്ളൂ. വെള്ളം ശരിക്കൊഴിക്കാനൊന്നും വെള്ളം ഇനി എടുക്കേണ്ട ആവശ്യം. അതുപോലെ വെള്ളം. ഇതേ പച്ചമുളകൊക്കെ ധാരാളം കിടപ്പുണ്ട്. അപ്പം ഞാനൊരു 2 പച്ചമുളകും കൂടെ തക്കാളിയൊക്കെ പഴുത്ത് വെറുതെ കിടക്കണം. ആരും ഇവിടെ പറിക്കണമില്ല, ഒന്നുമില്ല. തക്കാളി ഇങ്ങനെ കുറച്ച് വീഴുമോ, അത് മൊത്തം പശു തിന്നു. പിന്നെ 2 എങ്കിലും പറിക്കട്ടെ. നമ്മുടെ വീട്ടിൽ ഇങ്ങോട്ട് പറിക്കാൻ വന്നില്ല, ഭയങ്കര മഴയായിരുന്നേ. അത് കാരണമാണ് നമുക്കൊന്നും പറ്റാഞ്ഞത്. ഭയങ്കര മഴയും കാറ്റും തണുപ്പും. ഇന്നാണ് ഇച്ചിരി ഒരു ആശ്വാസം കിട്ടിയത്. അവിടെ ഒരു തക്കാളിക്കയും കൂടെ ഉണ്ട്. എനിക്കെൻ്റെ കൈ എത്തുമോയെന്ന് അറിയത്തില്ല. നിങ്ങൾ കണ്ട, അപ്പം അയ്യോ ഇത്രയും ഉണ്ടായിരുന്നു. പക്ഷേ ഇനി വരൂ എൻ്റെ തക്കാളിക്കൊട്ട. എനിക്ക് അവിടെ വരെ എത്തത്തില്ലെന്ന് എനിക്കറിയാൻ മേലേ. ഇനി ഇപ്പം ഇങ്ങനെ മാറി ഇങ്ങനെ വരണ്ടേ. ഒരു പച്ചനും കൂടെ പച്ചനെ കിട്ടി. കണ്ടോ കുഞ്ഞിതെന്താണ് ഇത്ര ഇതാകുന്നത്? ഇങ്ങോട്ട് വരാൻ മേലെ കറക്റ്റായിട്ട്. ഓക്കെ, ഞാനിത് ഇങ്ങോട്ട് എടുക്കട്ടെ, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് വിട്ട് പോകും. മുറ അങ്ങ് അറ്റത്തായിരിക്കുന്നേ. ഞാനിത് ഇവിടെ വെച്ചതാണ്. ഇനിയിപ്പം ഇതെല്ലാം കഴുകിയെടുക്കണം. ഓക്കെ, ഒരു നമ്മുടെ ഇതിനകത്തിടാൻ എൻ്റെ മുളകും കൂടെ പറിക്കട്ടെ. ഞാൻ ക്യാപ്സിക്കമൊക്കെ നട്ടായിരുന്നു, അത് എവിടെ പോയെന്ന് ഒരു അറിവുമില്ല. ഞാൻ ഒരു ഇതേ ഇടുന്നുള്ളൂ ഞാൻ. ഓക്കെ, അത് മതിയെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ എന്താ ആപ്പിളുകൾ മാത്രമായി കാണുന്ന ഒരു ഭാഗം നല്ല ഭംഗിയില്ലേ. ഇവിടെ നിന്നൊരു ഫോട്ടോ എടുത്തില്ല. ആപ്പിൾ തോട്ടത്തിൽ നിന്നും രശ്മി. കണ്ട, ഓക്കെ. അപ്പോൾ
നമ്മുടെ മുന്തിരിക്കാരന്മാരെ നിങ്ങൾക്ക് കണ്ടേ. ഇപ്പം ഞാൻ മുന്തിരിയൊക്കെ ഉണ്ടാക്കിയത് വൈനൊക്കെ ഇട്ടിട്ടുള്ള വീഡിയോ ഒക്കെ ഉണ്ട്, നിങ്ങളതൊക്കെ കണ്ടോ? ഞാൻ മിക്കവാറും അടുത്ത ആഴ്ച എൻ്റെ ആനുവൽ ലീവാണ്. അപ്പം ദേ എന്നാ പറയുന്നത്, എന്താ, അയ്യോ ആപ്പിൾ താഴെ പോകുന്നു. അപ്പോൾ ആപ്പിളും കൂടെ പറിച്ചിക്കാൻ എൻ്റെ മുറത്തി കൊണ്ടിടണം. ദേ ഇത് കണ്ട, അയ്യോ മുന്തിരിങ്ങയുടെ ഭാരം കാരണം ഇതൊക്കെ അതേ ഒടിഞ്ഞ് താഴെ കിടക്കുന്നു. കണ്ട നിറച്ചും മുന്തിരിങ്ങ. നല്ല മധുരം ഉണ്ടോ നോക്കട്ടെ, ഒരെണ്ണം പറിച്ച്. അയ്യോ നല്ല മധുരമായി എനിക്ക് തോന്നും. അല്ലേ അതിൻ്റെ ഇടയ്ക്ക് ഇനി പറിച്ചില്ലേ വെള്ളം വിട്ടേ എല്ലാം പോകുനി. നിങ്ങൾക്ക് മുന്തിരിങ്ങ കാണാമോ? വേണ്ട. ഒന്ന് സ്ട്രോബെറിയൊക്കെ ഇവിടെ കിടപ്പുണ്ടേ. അടുത്ത സ്ട്രോബെറി കണ്ട, വേറൊന്നത് അവിടെ പഴുക്കുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു. സ്പിനേജും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ട്. നമ്മുടെ തക്കാളീനൊക്കെ അവിടെ കൊണ്ട് സ്ഥാപിച്ചേക്കും. നമ്മുടെ വെളുത്തുള്ളി കേട്ടോ, അതൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ എല്ലാം ഇനിയിപ്പോൾ ഉടനെ തന്നെ ഇതെല്ലാം പോകും. അന്നേരമാണ് ഇവിടെ ഇരുണ്ട് മൂടി ഉണങ്ങി വരുമ്പം നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോഴത്തെ കാഴ്ചകൾ. ഉണ്ടോ നിറച്ചും മുന്തിരിങ്ങ ഉണ്ട് കേട്ടോ. ഉണ്ടോ ജിൻസിയൊക്കെ എൻ്റെ ഗാർഡൻ കാണാൻ വരും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എല്ലാം പറിച്ചോ എന്നോർത്തുകൊണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞത്. ഇപ്പം ഇതൊക്കെയാണ്, കാലാവസ്ഥയൊക്കെ മോശമാണ്. പിന്നെ ഞാനധികം ഒന്നും ആരോടും പറയാതെ, പിന്നെ ഭയങ്കര തിരക്കുവാണല്ലോ നമ്മൾ. അപ്പം ദേ നിറച്ച് മുന്തിരിങ്ങ ഉണ്ടായിട്ടുണ്ട് മക്കളെ. നമുക്കിങ്ങനെ ആദ്യത്തെയൊക്കെ ഇതാണ്, പക്ഷേ നമുക്കിതെല്ലാം സമയം ഇപ്രാവശ്യത്തെ കുറവായതുകൊണ്ടാണേ. കണ്ടോ നല്ല സൂപ്പറല്ലേ അമ്മേ. ഞാനിൻ്റെ ഇടയിലേക്ക് പോയാൽ പിന്നെ ഇതെന്താണ് ഈ ഐസക് ന്യൂട്ടൻ്റെ പിന്നെ എന്താ പറയുക, തലയിൽ ആപ്പിൾ വീണിട്ട് എന്തെങ്കിലുമൊക്കെ പുള്ളിക്കാരൻ കണ്ടുപിടിച്ചു. ഞാനൊന്നും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. അപ്പം എന്തേ ആപ്പിൾ മുന്തിരിങ്ങയും എല്ലാം കൂടെ ഇവിടെ ഇരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എന്തേ മുന്തിരിങ്ങയുടെയും ആപ്പിളിൻ്റെയും എല്ലാം കൂടെ നടുവിൽ നമ്മുടെ ഗാർഡനിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇതൊരു നല്ല ഇതല്ലേ, ആപ്പിളും മുന്തിരിങ്ങയും എല്ലാം കൂടെ. ഓക്കെ, അയ്യോ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഈ മുന്തിരിങ്ങ ആപ്പിളെല്ലാം പോകും. ഞാനൊരു ആപ്പിളും കൂടെ പറിച്ചേക്കട്ടെ. അയ്യോ എൻ്റെ ഇത് താഴെ പോയി. ഓക്കെ മൈ ഗോഡേ. ഓക്കെ, അപ്പോൾ ഞാൻ തിരിച്ചു പോവുക. അപ്പോൾ ഇത്രയും മതി. നമുക്ക് ഇന്നത്തെ പരിപാടിക്കുള്ള സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. മതിയേ. ഈ ബീട്രൂട്ടൊക്കെ ഒന്ന് ഒടിച്ച് കളഞ്ഞെടുക്കട്ടെ. ഇത്രയൊക്കെ സാധനങ്ങളാണ് ഞാനിപ്പോൾ പറിച്ചേക്കുന്നത്. ഓക്കെ, ഈ ബീട്രൂട്ടിൻ്റെ ഇത്രയും വലിയ സാധനം ഞാൻ എൻ്റെ മുറത്തി വെച്ചാൽ ഒട്ടും ഇട കിട്ടത്തില്ല. ഓ മൈ ഗോഡ്, ഒന്ന് ഒടിച്ചെടുക്കട്ടെ കേട്ടോ. ഇങ്ങടാണ് നമ്മൾ പോകുന്നത്. എൻ്റെ കാല് ഇവിടെ ഒരു മത്തൻ്റെ അതേ നിങ്ങൾ കണ്ട. അപ്പം റോസ്മേരി മേടിക്കാൻ വന്നിട്ട് വേറെ ഒന്നും കാണിച്ചെന്നൊന്നും പറയല്ലേ. ഇപ്പം ഞാൻ എവിടെയാണ് റോസ്മേരി തപ്പാൻ വേണ്ടി വന്നതേ. അപ്പോൾ നമ്മുടെ ഇത് മത്തനാണ്, എന്തോ ഇത് സ്ക്വാഷാണല്ലേ. ഇവിടെയാണ് എൻ്റെ റോസ്മേരി നിൽക്കുന്നത്. മൈ ഗോഡ്, എൻ്റെ റോസ്മേരിനെയൊക്കെ പകർത്തിയിട്ടാണ് നമ്മുടെ കുമ്പളം പോകുന്നത്. ഈ കുമ്പളം ചേട്ടാ ഇങ്ങോട്ട് മാറി വരൂ. ഇച്ചിരി ഇങ്ങോട്ട് മാറി വന്നാൽ എൻ്റെ റോസ്മേരി കൂടെ വളരാനായിട്ടൊരു ചാൻസ് ഉണ്ടാക്കി കൊടുക്കണം. അതിന് ഒരാളെ അങ്ങനെ ആക്കിയിട്ട് നിങ്ങൾ വളരരുത്, ഒക്കെ അത് മോശമല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ റോസ്മേരി. അതിൻ്റെ അവിടെ ഒരു ചൊറിയണവും കൂടെ നിൽപ്പുണ്ട്. അപ്പം വളരെ സൂക്ഷിച്ചും കണ്ടും നമുക്കൊരു റോസ്മേരി കട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഞാനിതിനെ പതുക്കെ ഇവിടെ കട്ട് ചെയ്ത് ഇവിടെ വെച്ചു. എൻ്റെ കുഞ്ഞ് റോസ്മേരി അല്ലേ. അപ്പം ഇതെല്ലാം കൂടെ അതിപ്പോൾ നശിപ്പിക്കും. അപ്പം ഞാൻ ഈ ഒരു റോസ്മേരിനെ കൂടെ കട്ട് ചെയ്തെടുക്കുവാണേ. അധികം റോസ്മേരി ഒന്നുമില്ല, ചൊറിയണം മുട്ടാതെ ഒന്ന് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം 2 ഞാൻ എടുത്തു. ഓക്കെ, പിന്നെ അവിടെ ഒരെണ്ണം ഉണ്ട്. അത് നിൽക്കുമോ വളരുമോ എന്നാന്ന് എനിക്കറിയത്തില്ല. കാരണം ഇതെല്ലാം കൂടെ നശിപ്പിക്കുന്നുണ്ട്. ഇത് കാണുന്നുണ്ടോ നിങ്ങൾ ഞാനീ കാണിക്കുന്നേ? ഓക്കെ, ഞാനിന്ന് പതുക്കെ എനിവേ ഒരു 2 കമ്പ് ഒടിക്കുവാണ്. കാരണം എന്നാലല്ലേ ഇത് വളരത്തുള്ളൂ. ഇപ്പോൾ ഈ മത്തങ്ങ അവിടെ നിന്നിട്ട് അതിനെ വളരാൻ സമ്മതിക്കുന്നില്ല. അപ്പം ഞാൻ 4 ഒടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മുടെ കുറച്ച് പരിപാടികൾ.